നമസ്കാരം. നമ്മുടെ ഗ്രാമങ്ങളുടെ അടിസ്ഥാന വികസനങ്ങൾ നടപ്പിലാക്കേണ്ട സർക്കാർ സംവിധാനമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ അഥവാ പ്രാദേശിക സർക്കാരുകൾ. നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ വിനിയോഗിക്കുന്നതും നമ്മുടെ പഞ്ചായത്തുകൾ മുഖേനയാണ്. 2020 അധികാരത്തിലെത്തിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി തീരാൻ ഇനി ഏതാനും ദിവസങ്ങളോ അല്ലെങ്കിൽ ഒരു മാസമോ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ തെരഞ്ഞെടുത്ത പ്രാദേശിക സർക്കാർ ഭരണ സംവിധാനത്തിന്റെ നേതൃത്വത്തിൽ എത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. തദ്ദേശീയ ഭരണം നേട്ടമോ കോട്ടമോ? നമ്മുടെ ചർച്ചയിലേക്ക് കടക്കാം. ആദ്യമായി ചർച്ച ചെയ്യുന്നത് കരുളായി ഗ്രാമപഞ്ചായത്തിലാണ്. കരുളായി ഗ്രാമപഞ്ചായത്തിൽ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു മാസ്റ്ററാണ്. മാഷെ, സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഭരണസമിതിയിലെ അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പ്രതിപക്ഷ കക്ഷിയിലെ നേതാവ് കൂടിയായ സിദ്ദിഖ് വടക്കൻ അവറുകളും നമ്മോടൊപ്പം ചേരുന്നു. സർ, സ്വാഗതം. നമസ്കാരം. ശരിക്കും ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ ഒരു പ്രതിപക്ഷം ഭരണപക്ഷം ഇല്ല അല്ലെ? സർക്കാരിലേക്കാണെങ്കിലാണ് പ്രതിപക്ഷം ഭരണപക്ഷമുള്ളത്. ഇതൊരു ഭരണകക്ഷി എന്ന ഒറ്റക്കെട്ടാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിലും ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് മാഷ് ഇപ്പോൾ വന്നിട്ട് 5 വർഷം പൂർത്തിയാകുകയാണ്. മുൻപും ജനപ്രതിനിധിയായിരുന്നു, അതെവിടെ ഇരിക്കട്ടെ. ഇപ്പം ഈ 2020 അധികാരത്തിൽ വന്ന ശേഷം വൈസ് പ്രസിഡന്റായി തുടരുന്നു. ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും നിങ്ങളുടെ ഭരണമുന്നണിക്ക്. ഈ ഒരു പ്രതീക്ഷകളെല്ലാം നിറവേറ്റാൻ കഴിഞ്ഞു. എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒരു കാലയളവിൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയത്? വളരെ സന്തോഷത്തോടു കൂടിയും ആത്മസംതൃപ്തിയോടും കൂടിയാണ് ഈ 5 വർഷം UDF ഭരണസമിതി പൂർത്തീകരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനകീയ കോടതിയിൽ ഈ ഭരണസമിതി 2 ബൈ ഇലക്ഷനുകൾ 12ാം വാർഡിൽ നടക്കുകയും അഗ്നിശുദ്ധി വരുത്തി ഞങ്ങൾ ജനപിന്തുണ രണ്ടാമതും വലിയ രീതിയിൽ ഈ ഭരണസമിതിക്കെതിരെ അന്നൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചാലും അതെല്ലാം ജനകീയ കോടതിയിൽ 397 വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷത്തിൽ വീണ്ടും അവിടെ ഞങ്ങൾ വിജയിച്ചു വരികയാണ് ഉണ്ടായത്. അപ്പോൾ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചതിൻ്റെ ഒരു വിജയം കൂടിയായി അത് കണക്കാക്കുകയാണ്. അതിലുപരിയായി ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ കോവിഡ് മഹാമാരി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. വളരെയധികം എല്ലാവരെയും മറ്റു പഞ്ചായത്തുകളെയൊക്കെ അപേക്ഷിച്ച് കോവിഡ് വാക്സിനേഷനിലും കോവിഡിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളിലും യുവജന വിവിധ രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ഭരണ സംവിധാനത്തിന് ഏറ്റവും അധികം മുന്നിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വാക്സിനേഷൻ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിൻ്റെ എല്ലാം ഫലമായി നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം തന്നെയാണ് ഏറ്റവും മികച്ചതായി നിൽക്കുന്നത്. 4 പ്രധാനപ്പെട്ട അവാർഡുകൾ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ലഭിച്ചു എന്നുള്ളത് ഈ ഭരണസമിതിയുടെ എടുത്തു പറയത്തക്ക ഒരു നേട്ടമാണ്. ഒന്ന് കായകൽപ്പം അവാർഡ്, NQAS, ക്യാഷ്, അതേപോലെ തന്നെ ആർദ്ര കേരളം. ഇങ്ങനെ 4 പുരസ്കാരങ്ങളാണ് നമ്മുടെ കുടുംബാരോഗ്യത്തിന് കിട്ടിയത്. അതോടൊപ്പം തന്നെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നമ്മുടെ മണ്ടമൊഴി സബ് സെന്റർ, അതിൻ്റെ ഉദ്ഘാടനം, അതിപ്പോൾ ഒരു മിനി കുടുംബ FHC പോലെ തന്നെ ഒരു സബ് സെന്റർ മാറ്റാൻ കഴിഞ്ഞു. കോട്ടരുമയും ചെതലരിച്ചും മോശമായി കടന്നിരുന്ന അമ്പലപ്പടി സബ് സെന്റർ, അതിൻ്റെ റിനോവേഷൻ വർക്ക് അത് കൃത്യമായി. അപ്പോൾ ആരോഗ്യ രംഗത്ത് നമ്മളിപ്പോഴും ഹെൽത്ത് സംവിധാനം കൊണ്ടുവന്ന് ലാബ് ഫെസിലിറ്റി, മരുന്ന്, മറ്റ് ഡോക്ടർമാരുടെ പഞ്ചായത്തിൻ്റെ ഡോക്ടർ അടക്കമുള്ള സ്റ്റാഫ് അടക്കമുള്ള ആളുകളെ വെച്ചുകൊണ്ട് ആരോഗ്യരംഗത്ത് വളരെയധികം സ്തുത്യർഹമായ സേവനമാണ് കരുളായി ഗ്രാമപഞ്ചായത്ത് ഇന്ന് വരെ നൽകി പോരുന്നത്. അത് ഞങ്ങൾക്ക് വളരെയധികം സംതൃപ്തിയുണ്ട്. പിന്നെ ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഇവിടെ സ്വജനപക്ഷപാതമില്ല, ഭരണപക്ഷ പ്രതിപക്ഷമില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഓരോ പ്രോഗ്രാമും പദ്ധതികളും മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫണ്ട് വിഭജനത്തിലൊക്കെയാണ്. എല്ലാ മെമ്പർമാർക്കും ഈക്വലായിട്ടാണ് അവിടെ ഫണ്ടിൻ്റെ വിഭജനം പോലും. റോഡ് വികസനമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുക. അപ്പോൾ ബോർഡിൽ വരുമ്പോൾ പ്ലാൻ ഫണ്ടിൻ്റെ വിഭജനമൊക്കെ അത് ഭരണകക്ഷിക്ക് ഇത്ര, പ്രതിപക്ഷത്തിന് ഇത്ര എന്നുള്ളൊരു വ്യത്യാസമില്ലാതെ തന്നെ കൃത്യമായ ഡിവിഷൻ നടത്തിക്കൊണ്ടാണ് നമ്മൾ പോയിട്ടുള്ളത്.
അതിൻ്റെ എല്ലാ സഹകരണങ്ങളും എല്ലാ പ്രാവശ്യവും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയത്തക്കെയാണ്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയ പുള്ളി GUP സ്കൂളാണ് ഏക UP സ്കൂൾ പുള്ളിയിലെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നത്. ആ സ്കൂളിലെ കിഫ്ബി ഫണ്ട് സംസ്ഥാന സർക്കാരിൻ്റെതായാലും അത് നടപ്പിലാക്കിയത്, അതിൻ്റെ പ്രവർത്തനം എൻ്റെ വാർഡ് കൂടിയാണത്. അവിടെ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ നവീകരണ പ്രവർത്തനം, അതേപോലെ കുട്ടികൾക്ക് ഡൈനിങ് ഹാളിൻ്റെ നിർമ്മാണം, അതുപോലെ വേദിക ഹാളിൻ്റെ റിനോവേഷൻ വർക്ക്, ചെയർ വാങ്ങുന്ന ഒരുപാട് നടപടിക്രമങ്ങളും സിസ്റ്റത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം നടപ്പാക്കിയെടുക്കാനും വാരിക്കൽ LP സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ പ്രവർത്തനം, അപ്പോൾ പൊതുമേഖലയിലെ 2 വിദ്യാലയങ്ങളിലും അതിലെടുത്തു പറയത്തക്കത് പ്രഭാത ഭക്ഷണമാണ്. പ്രഭാത ഭക്ഷണം പദ്ധതി വളരെ വിജയകരമായി നമുക്ക് അത് പൂർത്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലേറെ വിദ്യാഭ്യാസ മേഖലയിൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾ, SSLCക്ക് തുല്യത പരീക്ഷയിൽ ഇരുത്തി നമ്മൾ ജയിപ്പിക്കുന്ന, അതേപോലെ +2 അതിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു. അതുപോലെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫണ്ട് ലാപ്സാക്കി എന്നുള്ള ഒരു ആരോപണം മാത്രമാണ് പ്രതിപക്ഷത്തിന് ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ ഭരണസമിതിക്കെതിരെ പറയാനുള്ളത്. ഒരു അഴിമതി ആരോപണം പോലും ഒരു പ്രവൃത്തിയിലോ ഒരു പർച്ചേസിങ്ങിലോ എന്തെങ്കിലും ഒരു കമ്മീഷൻ വാങ്ങി എന്നുള്ളതോ അത്തരത്തിലുള്ള പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ ഭരണസമിതിയോ അത്തരത്തിലില്ല എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ നേട്ടം. ഏതൊരാൾക്കും എപ്പോഴും സമീപിക്കാവുന്ന പ്രസിഡൻറ്റ്, ഏതൊരു സമയത്ത് ഏതൊരാൾക്കും കാണാനും കാര്യങ്ങൾ പറയാനും അവരുടെ എല്ലാ മേഖലകളിലും ഇടപെടാനും, ചികിത്സാ സഹായങ്ങളായാലും മറ്റു കാര്യങ്ങളിലൊക്കെ അതുതന്നെയാണ് ഈ മുന്നണിയുടെ ഒരു നേട്ടം. ഇവിടെ MP ഫണ്ട് ഉപയോഗിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കമ്പ്യൂട്ടർ, അത് എയ്ഡഡ് മേഖലയിലും പൊതുമേഖലയിലും നമുക്ക് MP അബ്ദുൾ വഹാബ് അദ്ദേഹത്തിൻ്റെ ഫണ്ട് നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പുള്ളി UP സ്കൂളിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൗണ്ടും ആ സ്റ്റെപ്പും മറ്റ് ഭൗതിക സാഹചര്യങ്ങളൊക്കെ ആ മേഖലയിൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഇനി കാർഷിക മേഖല എടുത്താൽ വലിയ പ്രചരണങ്ങൾ ഇപ്പോൾ സ്വന്തം ചാനലിൽ മൻസൂറിന് തന്നെ അറിയണ കാര്യമാണ്. നമ്മൾ പന്നികളെ വേട്ടയാടി 5 മാരണത്തിനെയൊക്കെ കുഴിച്ചിടുന്നതും ഒക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. 60ഓളം പന്നികളെ നമ്മൾ വേട്ടയാടി കൊന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു കോമ്പിങ് നടത്താനുള്ള ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ട്. പകൽ സമയത്ത് അത് ഷൂട്ട് ചെയ്ത് ഷൂട്ടർമാരെ 10ഉം 15ഉം ഷൂട്ടർമാരെ കൊണ്ടുവന്ന് ആ കോമ്പിങ് നടത്താൻ ഇന്നിപ്പോൾ കലക്ടറുടെ തന്നെ നിർദ്ദേശം വേണം. മറ്റ് സ്ഥലത്തുള്ള ഷൂട്ടർമാരെ ഇങ്ങോട്ട് വന്ന് അവരിവിടെ വേട്ടയാടാൻ പാടില്ല എന്ന ശക്തമായ നിയമം നിലനിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അതിന് സാധിക്കാതെ വരുന്നത്. എന്നാലും മിനിയാന്നും അതിന് യോഗം ചേരുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് കലക്ടർക്ക് നൽകുകയും DFOയുമായി സംസാരിച്ച് അതിനുള്ള ഒരു പ്രവർത്തനവും നടത്തുന്നുണ്ട്. അതുകൂടി ആയാൽ പിന്നെ ഈ കാട് വളർന്നു കിടക്കുന്ന പ്രദേശത്തുള്ള ആളുകളോട് അത് വെട്ടിമാറ്റാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതിലുപരിയായി നമ്മുടെ കാർഷിക മേഖലയിൽ 40ഓളം കർഷകർക്ക് സൗരോർജ്ജ വേലി ഇടാനുള്ള ഒരു സംവിധാനം കൃഷിഭവൻ മുഖാന്തരം ഗ്രാമപഞ്ചായത്ത് പ്ലാൻ ഫണ്ട് വെച്ച് നടപ്പാക്കിയത് കാർഷിക മേഖലയിലെ സമസ്ത വിഭാഗം ജനങ്ങൾക്ക്, കർഷകർക്ക് സംതൃപ്തിയുടെ കാലഘട്ടമാണ് ഈ കഴിഞ്ഞ 5 വർഷം. രാസവളം, പ്രത്യേകിച്ച് പൊട്ടാഷ് മുതലായവയ്ക്ക് ഒരു സബ്സിഡിയും മറ്റു പഞ്ചായത്തുകൾ നൽകുന്നില്ല. അത് നമ്മൾ നൽകുന്നു. ജൈവവളം, കുമ്മായം, അതിലുപരിയായി തരിശുഭൂമി കൃഷിയാക്കുന്ന പദ്ധതി, അതുപോലെ കപ്പ കൃഷിക്കും വാഴക്കൃഷിക്കുമുള്ള സബ്സിഡി, ഇതെല്ലാം കൃത്യമായിട്ടും നടപ്പാക്കാൻ കാർഷിക മേഖലയിൽ സാധിച്ചു എന്നുള്ളത് നമുക്ക് വലിയ സംതൃപ്തി നൽകുന്ന കാര്യമാണ്. പിന്നെ മൃഗസംരക്ഷണ രംഗത്ത് നമ്മൾ സാധാരണ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന കുളമ്പ് രോഗം, അതുപോലെ തെരുവ് നായ്ക്കൾക്കുള്ള കുത്തിവെപ്പ്, പിന്നെ നമ്മുടെ പഞ്ചായത്ത് ക്ഷീര കർഷകർക്ക് നൽകുന്ന പാലിനുള്ള സബ്സിഡി, അതേപോലെ കാലിത്തീറ്റ സബ്സിഡി, വിധവകൾക്കുള്ള മുട്ടക്കോഴി വിതരണം, ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് 5 വർഷക്കാലവും വളരെ ഭംഗിയായിട്ട് നല്ല രീതിക്ക് അവർക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്നതാണ്. ഹോമിയോ ആശുപത്രി വളരെ ശോചനീയമായിരുന്നു. സ്വന്തം ചാനൽ തന്നെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തതാണ്. കിണറ്റിങ്ങൽ ആ മോൾ അപ്സ്റ്റെയറിൽ ചോർന്നൊലിക്കുന്ന, പ്രായമായവർക്ക് കയറാൻ പറ്റാത്ത സ്ഥലത്തുള്ളത് നമ്മൾ സൗകര്യപ്രദമായി അവിടെ തന്നെ ആ പ്രദേശത്ത് നിന്ന് വിട്ടുമാറാതെ തൊട്ടപ്പുറത്ത് തന്നെ സൗകര്യപ്രദമായ ബിൽഡിംഗ് ലഭ്യമാക്കുകയും അവിടെ വളരെ നല്ല രീതിയിൽ എല്ലാ മരുന്നുകളുടെയും ഡോക്ടറുടെയും സേവനം അവിടെ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് ആയുർവേദ ആശുപത്രി നമുക്ക് 2 എണ്ണമാണ്. ഒന്ന്
ട്രൈബൽ മേഖലയിലും ഒന്ന് മില്ലുംപടിക്കലും. ഈ 2 ആയുർവേദ ആശുപത്രിയിലും മികച്ച സേവനമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. അവിടെ ഈ 2 ഹോമിയോ ആയുർവേദ വിമർശനാത്മകമായി പറയാം, ഒരുപാട് നമുക്ക് സ്ഥലം ലഭ്യമായാൽ നമ്മുടെ കയ്യിലുള്ള സ്ഥലത്തൊന്നും തന്നെ നമുക്ക് സ്വന്തം കെട്ടിടം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അത് ആ രോഗികൾക്ക് പ്രയാസമുള്ള സ്ഥലങ്ങളാണ്. മറിച്ച് ഒരുപാട് ആളുകളെ സമീപിച്ചെങ്കിലും സ്ഥലം ലഭ്യമാവാത്തതിൻ്റെ ഒരു പ്രയാസത്താലാണ്. എന്നാലും ഈ കെട്ടിടങ്ങൾ നല്ല വാടകയ്ക്ക് ഉള്ള ഈ കെട്ടിടങ്ങളിൽ മികച്ച സേവനം നൽകാൻ കഴിയുന്നു. അതിലേറ്റവും എടുത്തു പറയത്തക്കത് പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഈ പ്രസവരക്ഷ മരുന്ന് കൊടുക്കുന്നത്. പക്ഷേ അതിന് പിന്നീട് അനുമതി നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ICDS ഭിന്നശേഷി കുട്ടികളുടേത്, അതേപോലെ തന്നെ അംഗനവാടി കുട്ടികളുടെ ICDS വിധവകളുടെ ഉല്ലാസയാത്ര എടുത്തു പറയത്തക്ക ഒരിതാണ്. ICDSൻ്റെ കീഴിൽ നമ്മൾ നടത്തിയ 100ഓളം കുട്ടികൾക്ക് കരാട്ട പരിശീലനം ലഭ്യമാക്കി. മറ്റ് ഈ ഭരണസമിതിയുടെ ചാരിതാർത്ഥ്യമുള്ള പൊൻതൂവലായി നിൽക്കുന്നതാണ് നെടുങ്കയത്തെ ST വിഭാഗത്തിലെ മുഴുവൻ ലൈഫ് ഗുണഭോക്താക്കൾക്കും വീട് നൽകി എന്നുള്ളതും മുഴുവൻ ലൈഫിലെ ആളുകൾക്കും നമ്മൾ വീട് കൊടുത്തു എന്നുള്ളതാണ്. ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്കും എഗ്രിമെൻ്റ് വെച്ച് വീട് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സേവന മേഖലയിലുള്ള മാലിന്യ സംസ്കരണ രംഗത്ത് ഏറ്റവും മികച്ച പഞ്ചായത്തായ കരുളായി പഞ്ചായത്ത്. 2 വാഹനങ്ങൾ, അതേപോലെ തന്നെ യൂസർ ഫീ കളക്ഷൻ, ഹരിതകർമ്മസേനയിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. ഇതിനെല്ലാം ഉപരിയായി നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ ഫണ്ട് നഷ്ടപ്പെടുത്തി സ്പിൽ ഓവർ കണക്കാക്കിക്കൊണ്ട് പറയുമ്പോൾ തന്നെ ഒരു കാര്യം വേണം. ഇവിടെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വന്നിട്ടുള്ള കക്കോട് പിലോക്കോട്ടുപാടം റോഡിൻ്റെ 20 ലക്ഷവും, അതേപോലെ അരിപ്പമല കുടിവെള്ള പദ്ധതിയുടെ 20 ലക്ഷവും, അതേപോലെ തന്നെ MP രാഹുൽ ഗാന്ധിയുടെ ആംബുലൻസ് സർവീസും, ഇതൊക്കെ UDF നേതൃത്വത്തിൻ്റെ ഇടപെടൽ മൂലമാണ് കരുളായി ഗ്രാമപഞ്ചായത്തിന് ലഭ്യമായത്. ഇപ്പോൾ അവസാനമായി പുള്ളി GUP സ്കൂളിനൊരു സ്കൂൾ ബസ് പ്രിയങ്ക ഗാന്ധി MP അനുവദിച്ച് അതും നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ ടെൻഡർ സംവിധാനം അഴിമതിയില്ലാത്തതിൻ്റെ കാരണം ഈ ടെൻഡർ സംവിധാനമാണ്. അതിൻ്റേതായ പോരായ്മകളുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിലും നമുക്ക് കുറേ പണം സേവിങ്സ് നടത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മുന്നണിയുടെ നേട്ടം. അപ്പോൾ സാറിന് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? പ്രതിപക്ഷ കക്ഷി പറയാൻ കുറച്ച് ഇത്രയും സമയം അനുവദിക്കണം. ഇവിടെ പിന്നെ മാഷ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊന്ന് ഇത് ചെയ്തതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഈ കോവിഡ് കാലത്ത് നമ്മുടെ കൂട്ടായി ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വളരെ ശരിയാണ് മാഷ് പറഞ്ഞത്. അത് കരുളായി പഞ്ചായത്തിൽ മാത്രമല്ല, കേരളത്തിലാകെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കാൾ മറികടന്നുകൊണ്ട് കേരളത്തിലെ ആരോഗ്യരംഗവും കേരള സർക്കാരും ജനങ്ങളും ആ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തെ നേരിട്ടിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ പറഞ്ഞതാണ് നമ്മുടെ ആശുപത്രി കരുളായി ആദ്യം PHC ആയിരുന്നു. അത് പിന്നീട് 2016 LDF ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ആർദ്രം മിഷൻ ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായി കരുളായി PHC ഉൾപ്പെടെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. ആ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റി ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വന്നിട്ടുള്ള നേട്ടങ്ങളാണ് ഈ പറഞ്ഞ ഡോക്ടർമാരുടെ എണ്ണവും മറ്റ് സ്റ്റാഫിൻ്റെ എണ്ണവും, അതുപോലെ തന്നെ അവിടെ നടന്നുള്ള കിഫ്ബി പോലെയുള്ള ഫണ്ട് ഉപയോഗപ്പെടുത്തി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ അത് വലിയ നേട്ടമാണ്. അത് നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിലാകെ ആരോഗ്യ മേഖല നേടിയിട്ടുള്ള വലിയൊരു നേട്ടം തന്നെയാണ് അത് പറയാനുള്ളത്. അതേപോലെ തന്നെ ഈ സബ് സെൻ്ററുകളൊക്കെ തന്നെ ഇതൊക്കെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആ മൊത്തം പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള നേട്ടം നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. പിന്നെ വിദ്യാഭ്യാസ മേഖല ഇതേപോലെ തന്നെയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് തുടങ്ങിയത്. ആ ഗവൺമെൻറ് വരുന്ന സമയത്ത് പല സ്കൂളുകളും അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നു. അവിടെ നിന്നൊക്കെ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ന് നടത്തിയ ഇടപെടലുകൾ, അത് പുള്ളി UP സ്കൂളിൽ ആദ്യം 1 കോടിയിൽ പരം രൂപയുടെ ഒരു വലിയ കെട്ടിടം, പിന്നീട് ഇപ്പോൾ 1.5 ലക്ഷത്തോളം കോടി രൂപ ചെലവഴിച്ച് രണ്ടാമത്തൊരു കെട്ടിടം, അടിസ്ഥാന സൗകര്യങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമും ഒക്കെ തന്നെ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കി എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തുകൾ സാധാരണഗതിയിൽ മുൻകാലങ്ങളിലൊക്കെ നൽകി പോരുന്ന തരത്തിലുള്ള ഫണ്ടുകൾ പഞ്ചായത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതും ഒരു വസ്തുത തന്നെയാണ്.
പിന്നെ കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഈ 5 വർഷം മാത്രമല്ല, എല്ലാ കാലങ്ങളും നടക്കുന്ന നമ്മുടെ കുമ്മായം കൊടുക്കുന്നതും ജൈവവളം കൊടുക്കുന്നതും അതേപോലെ തന്നെ രാസവളം കൊടുക്കുന്നതും അതേപോലെയുള്ള സബ്സിഡി നൽകുന്നതൊക്കെ മൃഗസംരക്ഷണ മേഖലയിൽ മുട്ടക്കോഴി കൊടുക്കുന്നതൊക്കെ കാലങ്ങളായി നടന്നു വരുന്ന പദ്ധതികൾ നടന്നിട്ടുണ്ട്. ഇതിലൊന്നും ഇല്ല എന്ന് നമ്മൾ പറയില്ല. ഹോമിയോ ആയുർവേദ ആശുപത്രി ഞങ്ങൾ ഇത് പറയുന്നത് ഈ 5 വർഷമായിട്ട് നമുക്കതിന് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞില്ല പഞ്ചായത്ത് ഭരണസമിതിക്ക്. അതാണ് നമ്മുടെ ആവശ്യം. അത് സ്ഥലം കണ്ടെത്തി ഒരു പുതിയ കെട്ടിടം ആ സ്ഥലത്തുണ്ടാക്കുകയും അപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. സ്ഥലം കണ്ടെത്തിയാൽ അത് നിർമ്മിക്കാൻ ആവശ്യമായുള്ള പൈസ ഡിപ്പാർട്ട്മെൻറ്റ് തരും, സർക്കാർ തരും. അതിന് സ്ഥലം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പറയാനുള്ളത്. പിന്നെ നെടുങ്കയം കോളനിയിലെ വീടുകൾ, നെടുങ്കയം കോളനിയിൽ മാത്രമല്ല, ലൈഫ് ഭവന പദ്ധതി 2016 ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കിയിട്ടുള്ള പദ്ധതിയാണ്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും നടപ്പാക്കാത്ത പദ്ധതിയാണ് ലൈഫ് പദ്ധതി. ഇത്രയും തുക 4 ലക്ഷം രൂപ ഇന്ത്യയിൽ എവിടെയും കൊടുക്കുന്നില്ല. 6 ലക്ഷത്തോളം വീടുകളാണ് ഏകദേശം ഇവിടെ ഇതിൻ്റെ ഭാഗമായി ലൈഫ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ നമ്മളെ പഞ്ചായത്തിലും 2020 ലിസ്റ്റ് പ്രകാരം 493 വീടുകളും അതുപോലെ തന്നെ മറ്റ് ആ ലിസ്റ്റിൽ വീടില്ലാത്ത ആളുകൾക്കൊക്കെ അത് ചെയ്തിട്ടുണ്ട്. ആ പദ്ധതി, ആ ലൈഫ് പദ്ധതി, പിന്നെ അതേപോലെ ഫസ്റ്റ് ഘട്ടത്തിൽ കൊടുത്തിട്ടുള്ള വീടുകളുണ്ട്. അപ്പോൾ ലൈഫ് ഭവന പദ്ധതി LDF ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി ഇവിടെ വന്നിരുന്നു. അത് ആ പദ്ധതിക്കെതിരെ ആദ്യം 2020 ലിസ്റ്റ് വന്നപ്പോൾ 2022 ഞങ്ങൾക്ക് വലിയൊരു സമരമൊക്കെ അതിനുവേണ്ടി നടത്തേണ്ടി വന്നതാണ്. കാരണം ലിസ്റ്റ് വന്നതിന് ശേഷം കരാർ വെക്കുന്ന കാര്യത്തിൽ മുട്ടാപ്പോക്ക് നയം സ്വീകരിച്ചുകൊണ്ട് ഭരണസമിതി പോയപ്പോൾ അതിനെതിരെ ഞങ്ങൾ വലിയ പ്രക്ഷോഭം സമരമൊക്കെ നടത്തിയതിന് ശേഷമാണ് അവർ കരാർ വെക്കുന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങളൊക്കെ വന്നത് എന്നതും കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. പിന്നെ മാലിന്യ സംസ്കരണം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ കേരളത്തിൽ തുടങ്ങിയിട്ടുള്ള വളരെ ചുരുക്കം ചില പഞ്ചായത്തുകളിൽ ആരംഭിച്ചിട്ടുള്ള മാതൃകാ പദ്ധതിയാണ് മാലിന്യ സംസ്കരണ പദ്ധതി. ഇപ്പോൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഈ മാലിന്യമുക്ത കേരളം എന്നുള്ള പ്രഖ്യാപനത്തിനൊക്കെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും നടക്കുന്നുണ്ട്. നമ്മളെ പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണ പദ്ധതി അതിൻ്റെ ഹരിത കർമ്മസേനയുടെ എണ്ണമൊക്കെ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അവരുടെ അടിസ്ഥാന സൗകര്യം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് പഞ്ചായത്ത് ഭരണസമിതി അനാസ്ഥ കാണിക്കുന്നുണ്ട്. ഈ 5 വർഷമായിട്ട് അവർക്കൊരു യൂണിഫോം പോലും കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്നുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തുതയും അവിടെ നിൽക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് MP ഫണ്ട് അതുപോലെ തന്നെ MLA ഫണ്ട്, നേരത്തെ MLA PV അൻവർ MLA ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലുള്ള MP ഫണ്ട് ഉപയോഗിച്ച് ഒട്ടേറെ റോഡുകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ ഇതുണ്ടാവും. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് നടത്തുന്ന ഒരു പ്രവൃത്തിയെ സംബന്ധിച്ചത് പഞ്ചായത്തിൻ്റെ ഒരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിൻ്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് വലിയ ആക്ഷേപം അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിലുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2 വർഷത്തോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ആദ്യം കുറച്ച് കെട്ടി മണ്ണൊക്കെ ഇട്ട് പാടം നിൽക്കുന്നു. പക്ഷേ അതിനിപ്പോൾ ഇവർ പറഞ്ഞ കണക്കനുസരിച്ചുകൊണ്ട് 1 കോടിയോളം രൂപ അതിന് വകയിരുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പിന്നെ അന്ന് പ്രസിഡന്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് പത്രങ്ങളിൽ കണ്ടത്. അത് എവിടെയാണ് ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രവൃത്തികളൊക്കെ സംബന്ധിച്ച് ഏജൻസി വർക്ക് പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് പിന്നെ വാർത്തകൾ കണ്ടതാണ്. ഏജൻസി വർക്കിലുള്ള തട്ടിപ്പും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പോലും ഇപ്പോൾ ഒളിവിലാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഏജൻസിയെ തന്നെയാണ് ഇതും ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ആ ഏജൻസി വർക്ക് ഏത് രൂപത്തിലാണ് ഈ 1 കോടി രൂപയും അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഒത്തുപോകുന്നില്ല. അത് വലിയ രൂപത്തിലുള്ള ആക്ഷേപം, അഴിമതി ആക്ഷേപം വരെ ജനങ്ങളുടെ ഇടയിൽ സംസാരമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതേപോലെ പിന്നെ ഇതിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് നമ്മളെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള റോഡ് 9-ാം വാർഡിൻ്റെയും 11-ാം വാർഡിൻ്റെയും ഇടയിൽ പാലിയേറ്റീവിലേക്കുള്ള പോകുന്ന റോഡ് പൂർണ്ണമായും തകർന്നു. തികച്ചും അശാസ്ത്രീയമായിട്ട് എസ്റ്റിമേറ്റ് എടുത്ത് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ആ മോളിൽ നിന്ന് വരുന്ന ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന എല്ലാ വെള്ളവും റോഡിലേക്ക് 2 ഭാഗത്തായി ഒഴുക്കിയത് കൊണ്ട് മുഴുവനായിട്ടും റോഡ് പൊട്ടിപ്പൊളിയുകയും ആ റോഡിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ വീടുകളിലേക്ക് മഴക്കാലത്ത് ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു ഗുരുതരമായ പ്രശ്നവും കൂടി അതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ മാഷ് സൂചിപ്പിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതാണ് അത് പറയാം. അതിലേക്ക് വരാം. പറഞ്ഞല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പദ്ധതി ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. പദ്ധതി ചെലവ് എന്ന് പറയുമ്പോൾ ഈ പദ്ധതി ചെലവിൻ്റെ കിട്ടിയ പൈസ ചെലവഴിച്ചില്ല എന്നുള്ളതാണ് ഞങ്ങൾ ആക്ഷേപം. 6 കോടി രൂപ അതെ പറയാം 6 കോടി രൂപ ലാപ്സാക്കിയത് എങ്ങനെയാണ് എന്നുള്ളതിനെ കൃത്യമായിട്ട് ഞങ്ങൾ പറയാൻ പറ്റും. നമ്മൾ ഫുള്ളായിട്ടൊരു വർഷം കൊടുക്കുന്നത് 2021-22 അതാണ് പിന്നെ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു മുഴുവൻ വർഷം. അത് ചെലവഴിക്കേണ്ടത് ആ സ്പിൽ ഓവർ ഉൾപ്പെടെ ചെലവഴിക്കേണ്ട തുക 3 വിഭാഗങ്ങളിലാണ് സർക്കാർ ഫണ്ട് തരുന്നത്. പ്ലാൻ ഫണ്ട്, സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ്റെ ഫണ്ട്, CFC ഫണ്ട്, മെയിൻ്റനൻസ് ഗ്രാൻഡ്. ഈ 3 ഇനത്തിൽ കിട്ടിയ ഫണ്ടിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. മറ്റിപ്പോൾ തനത് ഫണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ബ്ലോക്ക് തരുന്ന, ജില്ലാ തരുന്ന, അതല്ല. ഈ 3 ഇനത്തിൽ സർക്കാരിൽ നിന്ന് കിട്ടിയ ഫണ്ടിൻ്റെ കണക്കാണ് ഞങ്ങൾ പറയുന്നത്.
അത് ഓരോ വർഷവും നമുക്ക് ഈ പറഞ്ഞ വ്യക്തമായ കണക്കുണ്ട്. സ്പിൽ ഓവർ ഉൾപ്പെടെ നമ്മൾ ആ വർഷം ചെലവഴിക്കേണ്ട തുക ഒരു വർഷത്തെ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും. സ്പിൽ ഓവർ ഉൾപ്പെടെ ഈ ഓരോന്നിലും നമ്മൾ ചെലവഴിക്കേണ്ട തുക, പ്ലാൻ ഫണ്ടിൽ ഇത്ര, മെയിൻ്റനൻസ് ഫണ്ടിൽ ഇത്ര, CFCയിൽ ഇത്ര ചെലവഴിക്കണം, അതിൽ ചെലവഴിച്ചത് എത്ര, ബാലൻസ് എത്ര, ഇത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഓരോ വർഷം കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. 21-22 ചെലവഴിക്കേണ്ട തുക എന്ന് പറയുന്നത് 6,30,40,211 രൂപയായിരുന്നു. അതിൽ ചെലവഴിച്ചത് 4,24,34,934 രൂപയാണ്. ബാക്കി എത്രയാണെന്ന് ചോദിച്ചാൽ 2,06,12,177 രൂപ. അതിൽ അന്നത്തെ ശതമാനം, ഈ 5 ഫണ്ടിൻ്റെയും ചെലവഴിക്കേണ്ട തുകയിൽ ചെലവഴിച്ചതിൻ്റെ ശതമാനം എന്ന് പറയുന്നത് 67%. ചെലവഴിക്കേണ്ട തുക മൊത്തം അതിൽ ചെലവഴിച്ചത് 67%. നമ്മുടെ കണക്കനുസരിച്ച് കൊണ്ട് ഈ 67% തുക, ബാക്കി ഒരു 80% സർക്കാർ പറയുന്നത്, ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 120 നിങ്ങൾ 100 രൂപയ്ക്ക് 120 പ്രൊജക്റ്റ് ഉണ്ടാക്കാം. 100 രൂപ തരും, 120 ഉണ്ടായിക്കോളൂ പ്രൊജക്റ്റ്. അതെന്തിനാണ്? പരമാവധി എക്സ്പെൻഡിച്ചർ വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ സർക്കാർ പറയുന്നത് എന്താ, 80% തുകയെങ്കിലും നിങ്ങൾ ചെലവഴിച്ചാൽ ബാക്കി 20% സിവിൽ ലോറായി കിട്ടും. അപ്പം 100% ചെലവ് വരും. ഇവിടെ 67% ചെലവ്. ഈ 67% ചെലവ് എന്ന് പറഞ്ഞാൽ ബാക്കി 33%. ഈ 33%-ൽ നമുക്ക് എത്ര കിട്ടുള്ളൂ? 20% കിട്ടുള്ളൂ. ബാക്കി 13% നമുക്ക് കിട്ടിയിട്ടില്ല. അടുത്ത വർഷം ചെലവഴിക്കാൻ കിട്ടൂല. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ 21-22 81,95,227. ഇങ്ങനെ ഓരോ വർഷം 22-23 66% ചെലവ്. അതിൽ 34% വരും. 20 വെച്ചാൽ 14% എന്ന് പറഞ്ഞാൽ 1,15,76,288. അടുത്തതാണ് 23-24 ഏറ്റവും ദുര്യോഗമായിട്ടുള്ള അവസ്ഥയുള്ളത്. 52% അന്നത്തെ ചെലവ്. ഈ 52% 48% ചെലവഴിച്ചില്ല. അതിൽ 20 കിട്ടുള്ളൂ. 28% നമുക്ക് നഷ്ടം. 2,63,26,396 രൂപ. പിന്നെ 24-25 നമ്മളെ ചെലവ് 69%. ഈ 69%-ൽ ബാക്കി 31%. അതിൽ 20% കഴിച്ചാൽ ബാക്കി 11%. ഈ 11% എന്ന് പറഞ്ഞാൽ 1,17,31,510 രൂപ. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 4 വർഷത്തെ കണക്ക് വെച്ച് 5,78,29,421 എന്ന് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഇനി ഈ ഒരു വർഷമുണ്ട്. ഇപ്പോൾ 2025-26 ഈ വർഷത്തിൽ ഇപ്പോൾ ഇത് വരുന്നുണ്ട്. 25-26 ആകെ ഇപ്പോൾ നമുക്ക് ചെലവഴിക്കേണ്ടതിൽ ഇതുവരെ വന്നിട്ടുള്ളത്, അതായത് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. ഈ 6 മാസം വരെയുള്ള ചെലവ് എന്ന് പറഞ്ഞാൽ 18%. 18% ചെലവ്. 87 പൊതുമരാമത്ത് പ്രവൃത്തികൾ നമുക്ക് എസ്റ്റിമേറ്റ് ഇത് ചെയ്യണം. അതിൽ 23 ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ടുള്ളൂ. ഇനിയുള്ള പ്രശ്നം എന്താ, അടുത്ത ഈ ഒക്ടോബർ അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. വന്നാൽ പിന്നെ 2 മാസം, പിന്നെ അടുത്ത ജനുവരി വരെ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസമാണ് ഇപ്പോൾ പുതിയൊരു ഭരണസമിതി വരികയാണ്. ഈ 18% എന്നുള്ള ബാക്കി പിന്നെ എത്ര അതിൽ ചെലവഴിക്കപ്പെടുമെന്ന് നമുക്ക് ഇപ്പം തന്നെ ഊഹിച്ചാൽ അറിയാമല്ലോ. അപ്പം ഞങ്ങൾ പറഞ്ഞ 6 കോടിൻ്റെ ഒക്കെ മുകളിലേക്ക് ഇതിൻ്റെ ഈ നഷ്ടത്തിൻ്റെ കണക്ക് വരും എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കണക്കാണ്. ഇത് കിട്ടിയ പൈസയാണ്. അപ്പോൾ ഇവർ പറയുന്നത് പൈസ അങ്ങ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. സർക്കാർ ചിലപ്പോൾ ലാസ്റ്റ് മാർച്ച് മാസം 31 തരുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഏറ്റവും കുറവേതാണ് 2023-24 52%. ആ 52% ചെലവഴിച്ചതിൽ പ്ലാൻ ഫണ്ട് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? 30%-ഓളം പിന്നെ ഉൽപ്പാദന മേഖലയ്ക്ക് പോകണം. അത് കൃഷി, മൃഗസംരക്ഷണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. അതാണ് അവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള അത് സ്വാഭാവികമായിട്ട് 30% അതിലേറ്റം മാറ്റിപ്പോയി. ബാക്കിയുള്ള ഈ പ്ലാൻ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് പോകേണ്ടത് മാൻഡേറ്ററി, സർക്കാർ ഇന്നത്ര നിങ്ങൾ മാറ്റി വെക്കണം എന്ന് പറയുന്ന SSA വീതം ഉണ്ടാവും സ്കൂളുകൾക്ക്. പിന്നെ സർവ്വശിക്ഷാ അഭിയാൻ്റെ ഭാഗമായിട്ടുള്ള വീതം അത് എത്രയാണോ മാറ്റി വെക്കേണ്ടത് ആ മാറ്റി വെക്കേണ്ട തുക ഉണ്ടാവും. 10-20 ലക്ഷമൊക്കെ ഉണ്ടാവും. അതങ്ങനെ മാറ്റി വെക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ഭവന പദ്ധതിക്ക് ലോൺ എടുത്ത് തിരിച്ചടവുണ്ടാവും. ആ തിരിച്ചടവിന് മാറ്റി വെക്കേണ്ടത്. പിന്നെ ഇപ്പോൾ ലൈഫ് പദ്ധതിക്ക് 20% മാറ്റി. ഇങ്ങനെ മാറ്റി വെക്കപ്പെടേണ്ട തുകയൊക്കെ പ്ലാൻ ഫണ്ട് അങ്ങനെ വരുന്നത് ഇങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. നമ്മൾ ചെലവഴിക്കേണ്ട ഇവിടെ വികസനത്തിന് കിട്ടുന്ന ഫണ്ടുകൾ ഏതാ? അത് CFCയും നാട്ടിലെ വികസനം, ഈ വികസനം അതായത് പൊതുമരാമത്ത് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കേണ്ട വികസനങ്ങൾ എന്ന് പറയുന്നത് സെൻട്രൽ ഫിനാൻസ് CFCയുടെ പൈസയും അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഗ്രാൻറ്റുമാണ്. ഈ മെയിൻ്റനൻസ് ഗ്രാൻറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ 2023-24 പൈസ കിട്ടിയിട്ടില്ല എന്നാണല്ലോ കണക്ക്. ഈ മെയിൻ്റനൻസ് ഫണ്ട് 2023-24 കിട്ടിയിട്ടുള്ളത് പിന്നെ ആദ്യ ഗഡു കിട്ടിയത് 43 ലക്ഷം കിട്ടി. 31-3-2023 തന്നെ കിട്ടി.
അതായത് ആ സാമ്പത്തിക വർഷം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ ഇത് തന്നെ കിട്ടി. രണ്ടാമത്തെ ഗഡു കിട്ടിയത് 17/11/23 അതായത് 23-24 86 ലക്ഷം രൂപ കിട്ടി. ആ സാമ്പത്തിക വർഷം തന്നെ മെയിൻ്റനൻസ് ഗ്രാൻസ് ഇനത്തിൽ 86 ലക്ഷം രൂപ കിട്ടി, പഞ്ചായത്ത് അക്കൗണ്ടിലേക്ക് വന്നു. അതിൽ നമ്മളെ ചിലവ് എത്രയെന്നറിയോ? ആ 86 ലക്ഷത്തിൽ 24,24,143 അന്ന് നമുക്ക് ചിലവഴിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞങ്ങൾ പറയുന്ന കണക്ക്. കിട്ടിയ പൈസ ചിലവഴിച്ചില്ല എന്നുള്ളതാണ്. അത് മറ്റു ഓരോന്നിലും അങ്ങനെ തന്നെയാണ്. ഞാൻ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആ കാര്യത്തിൽ വേണ്ടല്ലോ. പിന്നെ ഇതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്നുള്ള, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഇത് വന്നത്? അതാണ് ഞങ്ങൾ പറയുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ പിടിപ്പുകേട്, അനാസ്ഥ, കെടുകാര്യസ്ഥത എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ നമ്മൾ ഈ ടെൻഡർ സംവിധാനത്തിലാണ് പോകുന്നത്. ടെൻഡർ എടുത്ത് ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് റോഡിൻ്റെ പൈപ്പിടൽ പ്രവൃത്തി നടത്തി. ഈ പൈപ്പിടൽ പ്രവൃത്തി നടത്തിക്കഴിഞ്ഞ് രജിസ്ട്രേഷൻ വർക്ക് കഴിയാതെ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നോംസ് പ്രകാരമാണ് അതിൽ ഡിലേ വന്നത്. CFC ഫണ്ട് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഇപ്പോഴും ഗ്രാമീൺ ബാങ്ക് അക്കൗണ്ടിൽ അവിടെ ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്, ഓൺഗോയിങ് പ്രൊജക്ട്സാണ് അതൊക്കെ. ഇതാണ് ഇത് ഏറ്റവും അധികം കുറവ് ചെലവാക്കിയെന്ന് പറഞ്ഞു. ഈ കേരള സംസ്ഥാനത്തിൽ ഒന്നടങ്കം ഇപ്പം നിയമസഭയിൽ പോലും മാത്യു കുഴൽനാടൻ പറഞ്ഞത് ഗ്രാമപഞ്ചായത്തുകളെ ഞെക്കിക്കൊല്ലുന്ന സാമ്പത്തിക നയം. 23-ാം തീയതി ഫണ്ട് തരുന്നു. ഈ ഫണ്ട് വന്നു കഴിഞ്ഞാലേ ബില്ലെടുക്കാൻ പറ്റൂ. മാർച്ച് 23-ന് വരുന്നു. 24 ഞായറാഴ്ച, 25-ന് കംപ്ലീറ്റ് 1,10,00,000 ബില്ലെടുത്ത് നിലമ്പൂർ ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്യുന്നു. ഈ സബ്മിറ്റ് ചെയ്ത ബില്ല് 30-ാം തീയതി 5 മണിയോടുകൂടി പാസ്സാക്കാതെ പിറ്റേ ഏപ്രിൽ 2-ാം തീയതി മടക്കി തരുന്നു. എല്ലാ പഞ്ചായത്തും അതിനെതിരെ UDFിൻ്റെ, കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ ഒക്കെ മെമ്പർമാർ ട്രഷറിക്ക് മുന്നിലും ഒക്കെ സമരങ്ങൾ നടത്തിയതും ശവപ്പെട്ടിയിൽ ബില്ലുകളാക്കി കൊണ്ടുപോയ അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെതൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൈ കെട്ടിയിട്ട് മുന്നിൽ ബിരിയാണിയും വെച്ചിട്ട് തിന്നോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കഴിക്കുക? എന്നിട്ട് അത് എടുത്തു കൊണ്ടുപോവുകയും ചെയ്യുക. ഇത്തരത്തിൽ ഉള്ള പ്ലാൻ ഫണ്ടിലെ ഇത്തരത്തിലുള്ള നമ്മുടെ 1,10,00,000 രൂപ. പക്ഷെ അതെല്ലാം നമുക്ക് പിന്നീട് അതാണ് ഇവര് ഈ സാങ്കേതികത്വം വെച്ച് ഇവിടെ എന്താണെന്നറിയോ, നേട്ടങ്ങളൊക്കെ സംസ്ഥാന ഗവൺമെന്റിൻ്റെത്, കോട്ടങ്ങൾ. അപ്പൊ കോട്ടങ്ങളും അങ്ങനെയാണെങ്കിൽ നേട്ടം സംസ്ഥാന ഗവൺമെന്റ് എടുത്തോട്ടെ, കോട്ടവും സംസ്ഥാന ഗവൺമെന്റ് എടുക്കണം. സാമ്പത്തികമായി ഈ അശാസ്ത്രീയമായ പിന്നെ ഈ കരാറുകാർക്ക് ഇത് ചെയ്യണമെങ്കിൽ ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആര് വേണം? കൊടുക്കണം. പിന്നെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് മാസ്റ്റർ. അപ്രോപ്രിയേഷൻ അവിടുന്ന് കിട്ടിയ സാധനമാണിത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള പിന്നെ ഇവിടെ ഇതാണ് ഈ സാധനം. സുലേഖ സോഫ്റ്റ്വെയർ കിട്ടുന്ന എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. അതില് 120 പ്രൊജക്ട് ഉണ്ടാക്കിയത് വെച്ചിട്ടുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് ഇത് ക്ലിയർ ചെയ്യുന്നത്. ഇത് ക്ലിയർ ചെയ്യാം. ഇത് പിന്നെ ജലജീവൻ മിഷൻ തുടങ്ങുന്നതിനൊക്കെ മുമ്പുള്ള കാര്യമാണ്. 2023-24 ഫണ്ടിന്റെ കണക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. പക്ഷെ അന്നാണ് അല്ല മെയിൻ്റനൻസ് ഗ്രാന്റ്, റോഡ് പണികളൊക്കെ നടക്കുന്ന ഈ പൈസ ഉപയോഗിച്ചിട്ടാണ്. ആ മെയിൻ്റനൻസ് ഗ്രാന്റ് മാർച്ച് മാസത്തിലല്ല കിട്ടിയത്. ആ 2 ഗഡു 86 ലക്ഷം രൂപ 17/11/2023 പിന്നെ ഇത് കിട്ടിയതിന് ശേഷം 4 മാസം ഈ ഫണ്ട് അവിടെ ഉണ്ട്. നമുക്ക് അനുവദിച്ച് കിട്ടുക. അലോക്കേഷൻ കിട്ടിയത് മാഷ അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്റർ പറഞ്ഞല്ലോ, ആ രജിസ്റ്ററിലുള്ള സാധനമാണ്. 86 ലക്ഷം രൂപ കിട്ടിയ പൈസ അതിലാണ് പറഞ്ഞത് 24 ലക്ഷം ചെലവഴിച്ചുള്ളൂ. ആ കാലഘട്ടങ്ങളിലാണ് നമ്മുടെ AEയുടെ ഓഫീസ്, നമുക്ക് AE ഇല്ല, ചാർജ് ഒരാൾ വന്നു പോവും. അതായത് UDFിന്റെ പഞ്ചായത്തുകളിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ട്രാൻസ്ഫർ ചെയ്യുകയും വികസനം മുടക്കുന്ന ഒരു നയം അതൊക്കെ അങ്ങനെ ഉദ്യോഗസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. ഇതിലെ വിഷയം എന്താ? ഒറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. പക്ഷേ ഈ കാര്യത്തിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ ചെലവഴിക്കാൻ പറ്റാതെ വന്നത് എന്നുള്ളതാണ്. കാരണം ഇത് സർക്കാർ ഫണ്ട് അനുവദിക്കുമ്പോൾ 12 മാസ സമയം ഇപ്പോൾ ഇതിന് കിട്ടുന്നുണ്ട്. ആ ഫണ്ട് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും പൊതുമരാമത്ത് പ്രവൃത്തികളൊക്കെ ആണെങ്കിൽ അതിനാദ്യം എസ്റ്റിമേറ്റ് തയ്യാറാക്കണം, സാങ്കേതികാനുമതി വാങ്ങണം, അതുപോലെ തന്നെ അത് ടെൻഡർ ചെയ്യണം. ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ യഥാസമയം ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ഇത് പിന്നെ സാങ്കേതികാനുമതി ലഭിക്കുന്നുണ്ടോ, ടെൻഡർ യഥാസമയം നടക്കുന്നുണ്ടോ, ഇതൊക്കെ ഓരോ മാസവും ചേർന്നുകൊണ്ട് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ ഇവിടുത്തെ അവലോകനം നടത്തി അവരെ ഫോളോ അപ്പ് നടത്തുന്നതിന് അവിടെ ആളുണ്ടായില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. അതുകൊണ്ടാണ് ഇത് യഥാസമയത്ത് ചെലവഴിക്കാൻ പറ്റാതെ പോയിട്ടുള്ളത്. ഇനി ടെൻഡർ ചെയ്താലോ? ടെൻഡർ ചെയ്താൽ ഒരു കരാറുകാരന് 2-3 മാസം സമയമുള്ളത് ചെയ്ത് തീർക്കാൻ വേണ്ടി കരാറുകാരെ അഗ്രിമെന്റ് വെച്ചാൽ പോയാൽ പിന്നെ മാർച്ച് മാസത്തിലാണ് ഫണ്ട്
നമുക്ക് ലാപ്സ് ആയതാണോ? ലാപ്സ് ആയി പോയിട്ടുണ്ടോ? നമുക്ക് പറയാം. CFC ഫണ്ട് നമുക്ക് ലാപ്സ് ആയിട്ട് ലാപ്സ് ആകാതെ അവിടെ ബാങ്ക് അക്കൗണ്ട് കടന്നിട്ട് വല്ല അത് ഓൺഗോയിങ് അല്ലേ, നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളല്ലേ, വർഷം കിട്ടിയതല്ല മാഷെ, പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ. CFC അത് അറിയാം. ശുചിത്വം, അതിന് ചില നോംസ് ഉണ്ട്. അത് ശുചിത്വ ഏപ്രിൽ മെയ് മാസങ്ങളിൽ 2 ബൈ ഇലക്ഷനിൽ വരുന്ന ആ സമയങ്ങളിൽ വരുന്ന പ്രോട്ടോകോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ വികസന പ്രവർത്തനങ്ങൾ ലഭ്യമായ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. ഇത്രയും ചെയ്തു നമ്മളിത് കൃത്യമായി തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഗ്രൗണ്ട് നവീകരണമായി പറഞ്ഞു, ഏജൻസിക്കാണ് ഏൽപ്പിച്ചതെന്ന്. വളരെ വ്യക്തമായി കൃത്യമായ പ്രവർത്തികളാണ് അവിടെ നടക്കുന്നത്. ഈ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ വന്ന് അതിന്റെ കാര്യങ്ങൾ നോക്കി. കാരണം നമ്മുടെ യുവജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഒരു പൊതു ഗ്രൗണ്ട് എന്നുള്ളത്. ഇപ്പൊ നമ്മള് കേരളോത്സവം 2 വർഷം നടന്നു. എവിടെ നമ്മൾ അത്ലറ്റിക് മത്സരം നടന്ന KM ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടാണ് ആശ്രയിച്ചത്. പഞ്ചായത്ത് ഗ്രൗണ്ട് വർക്ക് എനിക്ക് തോന്നുന്നു 2 വർഷത്തോളം ആകാനായി തോന്നുന്നു അതിന്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിട്ട്. 2 വർഷമായിട്ടില്ല, ആവുന്നു. എത്രയായി കാണും അതിന്റെ തറക്കല്ലിട്ട്? ഒന്ന് കഴിഞ്ഞല്ലോ. ഈ ഒരു ഫണ്ട് വെച്ച് തീർക്കാവുന്ന സമയമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏതാണ്ട് ഇപ്പൊ തന്നെ അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞത്. അത് വളരെ നല്ല രീതിയിൽ ഇപ്പൊ അതിലാണ് അഴിമതി ആരോപണം പറയുന്നത്. ഇപ്പൊ ഇവിടെ ഈ ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഒന്നും തന്നെ പറയാൻ പറ്റാത്തത് ഇതിൽ ഞാനൊന്ന് പറയട്ടെ, ഇങ്ങനെയുള്ള ഷോർട്ട് ഫാൾസിന് ഈ ടെൻഡർ മുഖാന്തരം നമുക്ക് കിട്ടിയ സേവിങ്സ് എത്രയാണ്? ഈ ടെൻഡർ എന്ന് പറയുമ്പോ നമ്മൾ ഒരു ഇതില്ലാതെ അപ്പൊ നമുക്ക് സേവിങ്സ് വരുന്നുണ്ട്. ഈ ഭരണസമിതിയുടെ ഈ പ്രവർത്തനങ്ങൾ ഈ ലഭ്യമായ ഈ പഞ്ചായത്തിലെ ലഭ്യമായ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരെയും സംവിധാനത്തെയും വെച്ചുകൊണ്ട് അതിന്റെ കഴിവിന്റെ 100% പ്രവർത്തിച്ച് നേട്ടങ്ങൾ വരുത്താൻ കഴിയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ചർച്ചാ വിഷയമായതാണ്. ഞങ്ങൾ ജനങ്ങൾ മുമ്പാകെ വെച്ച കാര്യങ്ങളാണ്. ഈ തുക നമുക്ക് ചെലവഴിക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോയതാണ്. പിന്നെ ഫണ്ട് ഓടിക്കട്ടെ, നമ്മൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ശരിക്കും ഹോമിയോ ആയുർവേദ ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു 2010-15 ഭരണസമിതിയുടെ കാലത്താണ് പിന്നെ ഹോമിയോ ആയുർവേദ ഹോസ്പിറ്റൽ വരുന്നത്. ആ ഭരണസമിതി തുടങ്ങി വെച്ചു. പിന്നെ വന്നത് LDF ഭരണസമിതിയാണ്. നമുക്ക് ആ സമയത്തും ഒരു ഭൂമി വാങ്ങി കെട്ടിടം പണിയാൻ കഴിഞ്ഞില്ല. ഈ ഭരണസമിതിക്കും കഴിഞ്ഞില്ല. ശരിക്കും 2 പോരായ്മകൾ സംഭവിച്ചു. അതില് ഏറ്റവും പ്രധാനപ്പെട്ടത് അനുയോജ്യമായ സ്ഥലത്ത് കിട്ടണം. ഏറ്റവും പ്രധാനപ്പെട്ട അത് നമുക്ക് ലഭ്യമായെങ്കിൽ മാത്രമേ ഇത് രണ്ടും, അതായത് ഉൾപ്രദേശത്ത് കൊണ്ടുപോയി ചക്കിട്ടാമല 2 വർഷം പിന്നെ ആ ഒരു വിഷയത്തിൽ ഒരു ഇത് വന്നു. പിന്നെ എനിക്ക് പറയേണ്ടത്, കാരണം കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പ് അത്രയും ബുദ്ധിമുട്ടിട്ടായിരുന്നു ഒരു കോണിപ്പടിയൊക്കെ കയറിയിട്ടായിരുന്നു രോഗികൾക്ക്. നല്ലൊരു ഹോസ്പിറ്റലിൽ വാടക കിട്ടണം അംഗീകരിക്കുന്നു, അപ്രീഷിയേഷൻ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കരുളായി ടൗണിൽ എത്തിയാല് ഒരു യാത്രക്കാരന് ടോയ്ലറ്റ് സംവിധാനം അതില്ല. അത് ശരിക്കും കരുളായി ഗ്രാമപഞ്ചായത്തിന് എനിക്ക് തോന്നുന്നു അത് വലിയൊരു പോരായ്മ. കാരണം പറയാൻ 20-30 കിലോമീറ്റർ ഉൾവനത്തിൽ നിന്ന് വരുന്ന ആദിവാസികള് കരുളായി ടൗണിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് ശുചിമുറിയിൽ പോകാൻ സൗകര്യം കിട്ടുന്നില്ല. കാരണം അവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരൊക്കെ പള്ളിയിലൊക്കെ പോയി അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇവർക്ക് അതിനും മടിയുള്ള ആളുകൾ ഒരു ആശങ്ക അകറ്റാൻ സംവിധാനം ഇല്ലാത്തൊരവസ്ഥയാണ്. അതിലേ ഞാനൊരു കാര്യം പറയാം. നമ്മളെ വളവ് മുതൽ തുടങ്ങുന്ന സ്ഥലം മുതൽ ഇങ്ങോട്ട് ചെറുപുഴ വരെയും എല്ലാ പ്രദേശവും നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രയാസം, അവസാനം പുള്ളി ബസ് സ്റ്റോപ്പ് ബസ് വെയിറ്റിംഗ് ഷെഡ് പൊളിച്ച് അവിടെ വരെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. സംസ്കരണമായിട്ട് നമ്മളിപ്പോ ഉണ്ടാക്കിയ മിനി MCF എവിടെ കൊണ്ടുവച്ചാലും ജനങ്ങൾ അല്ല ഈ വിഷയം ഞാൻ 14 വർഷത്തോളമായി ഞാൻ വന്ന അന്ന് മുതലേ കേൾക്കാൻ പോകുന്നൊരു ഈ ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രം എന്ന് പറഞ്ഞപ്പോ അടുത്ത് ഒരു പ്രൊജക്ട് വെക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തു. ബസ് സ്റ്റാൻഡ് LDF സർക്കാർ കൊണ്ടുവന്ന പോയി. അത് പോട്ടെ, ബസ് സ്റ്റാൻഡേ ഇല്ല. എല്ലാ കൊല്ലം തയ്യൽ പരിശീലന കേന്ദ്രം 5 കൊല്ലമായിട്ട് പ്രൊജക്ട് വെക്കുന്നുണ്ട്. അത് പറഞ്ഞു കിടക്കുക. അത് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. പിന്നെ ബഡ്സ് സ്കൂള്
ഈ പാവങ്ങൾ എന്നും നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. പഞ്ചായത്ത് ഭരണ സമിതിയിലെ പരിവാർ സംഘടനകളും മറ്റുമൊക്കെ നമുക്ക് ഇന്ന് വരെ തുടങ്ങാൻ പറ്റില്ല. നമ്മുടെ നെടുങ്കയത്ത് ഒരു ബദൽ സ്കൂൾ ഉണ്ടായിരുന്നു, അത് സർക്കാരിന്റെ ഒരു കാരണം കൊണ്ട് നമ്മൾ അത് നിർത്തലാക്കി. പക്ഷേ ഇത്രയും PV അബ്ദുൾ വഹാബ് MP 80 ലക്ഷത്തോളം രൂപ മുടക്കി അത്രയും, എനിക്ക് തോന്നുന്നു കരുളായി പഞ്ചായത്തിന് ഒരു LP സ്കൂൾ പരിശോധിക്കുകയാണെങ്കിൽ അത്രയും നല്ല കെട്ടിടമായിരിക്കും, നല്ല സൗകര്യമാണ്. ആ പിന്നെ നെടുങ്കയത്ത് 40-ലധികം കുട്ടികൾ LP തലത്തിൽ പഠിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഇടപെട്ടുകൊണ്ട് സർക്കാരിലേക്ക് ഒത്തുകൊടുത്ത് നെടുങ്കയത്ത് ഒരു LP സ്കൂൾ അനുവദിക്കാൻ വേണ്ടിയിട്ട് ഇടപെടൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ ഇടപെടൽ നടത്തി സാറിന് എങ്ങനെയായിരുന്നു? കാരണം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന് LP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് നടത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ വിദ്യാർത്ഥികൾക്ക് ഒരു, കാരണം സ്കൂൾ, അതായത് ഈ പിന്നെ കൽക്കുളം സ്കൂളിലേക്ക് കുട്ടികൾ പഠിക്കാൻ പോകുന്നത് സ്കൂൾ ബസ്സിലാണ്, ശരിയാണ്. പക്ഷെ അത്രയും ഘോരമായ മാർഗത്തിലൂടെ ഇപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ MP അവിടെ വരികയും അവരുടെ ആവശ്യപ്രകാരം ഒരു വലിയൊരു അംഗനവാടി വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 25 ലക്ഷം രൂപ തരികയും മിനിയാന്ന് പോയി എസ്റ്റിമേറ്റ് എടുത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇറക്കി നെടുങ്കയത്തേക്ക് പ്രിയങ്ക ഗാന്ധി MPയുടെ അത്യാധുനിക സൗകര്യമുള്ള മറ്റൊന്നും നടക്കാത്ത മറ്റൊരു കാര്യം നമുക്ക് ഇപ്പൊ സർക്കാർ പറഞ്ഞ 4 ഹാപ്പിനെസ് പാർക്ക്, ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ് കരുളായി. ഒരു ഹാപ്പിനെസ് പാർക്ക്, അതായത് വൈകുന്നേരങ്ങൾ ഇപ്പം മമ്പാട് പഞ്ചായത്ത് നിങ്ങൾക്കറിയാം, അപ്പോൾ അടുത്ത് ഉദ്ഘാടനം ചെയ്ത ഒടായിക്കൽ പുഴയുടെ സൈഡിലായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മൾ പല പ്രാവശ്യം പിന്നെ ആ പദ്ധതികൾ ഒരുപാട് ടൂറിസം മേഖലയിലൊക്കെ ആ പാലത്തിന്റെ അവിടെ അങ്ങോട്ടുള്ള ഭൂമി നമ്മൾ കണ്ടെത്തിയത് സർവേക്ക് വന്നതാണ്. അപ്പൊ അവര് പദ്ധതികൾ ഒരുപാട് ഉണ്ട് നടന്നിട്ടില്ല. കളിസ്ഥലം, ഒരു വാർഡിൽ ഒരു കളിസ്ഥലം എടുക്കണം എന്നാണ് സർക്കാർ. പിന്നെ മറ്റൊന്ന് വിജ്ഞാന കേരളം പദ്ധതിയാണ്, ചെറുപ്പക്കാർ ഇപ്പൊ സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. ഒരു സർവേ നടത്തുക, അതായത് എല്ലാ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്കും സർക്കാർ ജോലി മാത്രം കൊടുത്ത് കാര്യമില്ലല്ലോ. അപ്പൊ പൊതുമേഖലയിൽ അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ മേഖലയിലുള്ള സംരംഭകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന വിജ്ഞാന കേരളം പദ്ധതി ഉണ്ട്. അതിൻ്റെ ഒരു സർവേ നടത്താനോ, മറ്റ് പല പഞ്ചായത്തുകളിലും അതിന്റെ ജോബ് ഫെയർ ഒക്കെ നടന്നു. നമുക്കൊരു സർവേ നടത്താനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സാധിക്കാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. പിന്നെ ഓക്കെ, നമ്മുടെ ചോലനായ്ക്കരുടെ അവിടെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം ഉണ്ടായിരുന്നു, അത് നിർത്തലാക്കിയിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായി. നിങ്ങൾ രണ്ടുപേരും അത് അറിഞ്ഞിട്ടുണ്ടോ? അതിനെ കുറിച്ച് വല്ല ഇടപെടൽ നടത്തി? അതിലേക്ക് നമ്മൾ ഇടപെടൽ നടത്തുന്നു, പക്ഷേ അത് ഇനി പാടില്ല, ഇല്ല എന്നുള്ള അസുഖം വന്നാല് ഒന്ന് കൊണ്ടുപോകാൻ ട്രാൻസ്പോർട്ടേഷൻ വരെ ITDPയോ അത് കിട്ടിയാലും മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാൻ സാമ്പത്തികമായി ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ സ്ത്രീയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെട്ട പാട്, ഇപ്പൊ ഇന്നലെ ഒരു കിഡ്നി പേഷ്യന്റിനെ കൊണ്ടുപോകാൻ പ്രയാസം അനുഭവിച്ചത്, ഇതിനൊന്നുമുള്ള ഒരു സഹായം സംസ്ഥാന സർക്കാരിൽ നിന്ന്. പിന്നെ മറ്റൊന്ന് നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു കാര്യം പറയാണ്ട്, അത് പഞ്ചായത്തിന്റെ പൊതുവായിട്ടുള്ള വിഷയമാണല്ലോ. അപ്പൊ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കോൺക്രീറ്റ് ചെയ്ത റോഡുകളുടെ നമ്മളെ കോൺക്രീറ്റ് ചെയ്ത റോഡുകൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അന്നുണ്ടായിരുന്നത് ഒരു 80% റോഡുകളും കോൺക്രീറ്റ് ചെയ്തു. അന്നൊരു 260 ഒക്കെ 2 കോടിയോളം രൂപ നമുക്കതിന് ചിലവഴിച്ചു. 225 റോഡുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആകെ 1 കോടിൻ്റെ താഴെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ 3 കൊല്ലാണ് കിട്ടിയിട്ടുള്ളൂ. ഈ വർഷത്തെ എങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്, അത് തന്നെ ഒരു വാർഡിന് കഴിഞ്ഞ തവണ പിന്നെ കോൺക്രീറ്റ് ചെയ്ത കോൺട്രാക്ടർമാർക്ക് ഇപ്പോഴും പൈസ കിട്ടാത്ത കോൺട്രാക്ടർമാരാണ്. ചന്ദ്രേട്ടൻ മരിച്ചുപോയി, അദ്ദേഹത്തിന് പൈസ റോഡ് പണി അവിടെ നടന്നല്ലോ. റോഡ് പണി മെറ്റീരിയൽ വർക്കിൻ്റെതിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി വന്നു. അതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ കോൺക്രീറ്റ് വർക്കിനെ അത് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ആകെ 2-2.5 ലക്ഷം രൂപയാണ് ഒരു വർഷത്തേക്ക് തന്നെ. പിന്നെ ജലജീവൻ മിഷന്റെ ഇത് പറഞ്ഞു നമ്മുടെ നാട്ടിൽ, പിന്നെ നിലമ്പൂർ ഒരു മണ്ഡലത്തിൽ അമരമ്പലം, അതുപോലെ തന്നെ കരുളായി, മൂത്തളം പഞ്ചായത്തുകൾക്കുള്ള പദ്ധതി, കുടിവെള്ള പദ്ധതി, സമ്പൂർണ്ണ ശുദ്ധീകരിച്ച കുടിവെള്ളം കൊടുക്കാനുള്ള പദ്ധതിയാണ്. അത് 2020 ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഭരണസമിതി അധികാരത്തിൽ നമ്മൾ പഞ്ചായത്തിന്റെ ചുമതല, കരുളായി പഞ്ചായത്തിന്റെ കാടങ്കുന്നിലാണ് അതിനുവേണ്ടി പ്യൂരിഫിക്കേഷൻ ടാങ്കിനുള്ള സ്ഥലം കണ്ടെത്തിയില്ല. അതിനുള്ള ഫണ്ട് അന്നത്തെ MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സ്ഥലം നമ്മൾ ഏറ്റെടുത്ത് വാട്ടർ അതോറിറ്റി ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ അതിന്റെ 5 വർഷമായിട്ട് ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ അതിവലിയ നൂലാമാലകളാണ്. പക്ഷെ ഇതിന്റെ പിന്നാലെ കൂടി കംപ്ലീറ്റ് റെഡിയാക്കി അതിന്റെ അവസാനം അതിന്റെ പട്ടയം കാണാനില്ല എന്നുള്ള വിഷയമായിരുന്നു. അതും അവസാനം നമുക്ക് ലഭ്യമാക്കി സർവേയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവരെ കൊണ്ടുപോയി വിലയിലുള്ള നെഗോഷിയേഷനാണ് പ്രശ്നം.
നെഗോഷിയേഷന് ഇവരെ കൊണ്ടുപോയിരുത്തി കലക്ടർ മുമ്പാകെ ഞാൻ തന്നെ മധ്യസ്ഥത വഹിച്ച് നെഗോഷിയേഷൻ നടത്തി. അതൊക്കെ ഗവൺമെന്റ് കോളേജിന് 5 ഏക്കർ അതും കഴിഞ്ഞ് ഇപ്പോ ലാസ്റ്റ് അതിന്റെ ഏറ്റെടുത്ത നടപടിക്രമങ്ങളായി വന്നപ്പോഴാണ് ആ വഴിയെ സംബന്ധിച്ച് ഒരു എഗ്രിമെന്റ് തരണം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ആ വഴിയെ സംബന്ധിച്ചുള്ള എഗ്രിമെന്റും റെഡിയാക്കി സോയിൽ ടെസ്റ്റ് ആ പ്രവർത്തിക്കും അനുമതിയായി ഈ ആഴ്ചയിലോ അടുത്ത ആഴ്ചയിലോ ഉള്ള കലക്ടറേറ്റ് മീറ്റിംഗിൽ വെച്ച് ഈ ഫണ്ട് കൈമാറി ജലജീവൻ മിഷനെ ഈ ഭൂമി ലഭ്യമാക്കും. അതിന് ഒന്നുമില്ല. എല്ലാ ലീഗൽ ഒപ്പീനിയനും എല്ലാം കഴിഞ്ഞ് ഇപ്പോ നമ്മുടെ പ്രളയത്തിന് ശേഷം മുണ്ടക്കടവിലുള്ള കുറെ ആളുകൾ ഇപ്പോൾ 5 വർഷമാവാനായി. അവർക്ക് ഇപ്പോഴും ഒരു കുടിലുകളിലാണ് കഴിയുന്നത്. അവർക്ക് ഭൂമി എത്രയും വേണ്ടത് വനംവകുപ്പിന്റെ കയ്യിലെ കാര്യമാണ്. പക്ഷെ അവർക്ക് ഭൂമി വിട്ടുകൊടുക്കാനുള്ള പഞ്ചായത്ത് എന്തെങ്കിലും ഇടപെടൽ നടത്തിയോ? അങ്ങനെ ഊരുകൂട്ടങ്ങൾ കൂടി കൃത്യമായി ഇതാക്കി കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരുപാട് സാങ്കേതിക വിഷയങ്ങളും കൂടി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വനംവകുപ്പിന്റെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ട്. മാത്രമല്ല ഇവർക്കൊക്കെ വീട് വെക്കാനുള്ള പൈസ നേരത്തെ അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്ത വിഷയങ്ങളുണ്ട്. അതൊക്കെ ഒരു ഇത് പ്രശ്നങ്ങളാണ്. വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏത് വിഷയമാണെങ്കിലും നമുക്ക് സമയം കഴിഞ്ഞു. വളരെ സാധിച്ചു. എന്താ വെച്ചാൽ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അപ്പോ ഞാൻ പറയുന്ന ഇപ്പോ മാഷാണെങ്കിൽ റിട്ടയർഡ് അധ്യാപകനാണ്, സാറാണ് റിട്ടയർഡ് പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രവൃത്തി പരിചയമുള്ള ആളുകളാണ്. മാഷ് 3-4 തവണ അല്ലെ? അപ്പോൾ ഇനിയും നിങ്ങളെപ്പോലുള്ള ആളുകൾ തന്നെ ഈ ഭരണരംഗത്തേക്ക് വരിക. കാരണം പ്രവൃത്തി പരിചയമുള്ള ആളുകളാണ്. ഇനിയിപ്പോ ലോട്ടെടുക്കലൊക്കെ നടക്കാനിരിക്കുന്നുള്ളൂ. ഏതായാലും ജനറൽ വാർഡുകളിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റു വാർഡുകളിലൊക്കെ റിസർവേഷൻ ആണെങ്കിലും നല്ല കാൻഡിഡേറ്റ് നിർത്തി നല്ല ഭരണം നടത്താൻ കള്ളായി ഗ്രാമപഞ്ചായത്ത് നല്ല ഭരണം കാഴ്ചവെക്കാൻ ആര് വരുന്നാലും ഇരുമുന്നണിയിൽ ആര് വന്നാലും കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ മുൻ സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖ് സാറിനും അതുപോലെ തന്നെ മാഷ് അധ്യാപകനായ നമ്മുടെ സുരേഷ് മാഷിനും പങ്കെടുത്തതിന് നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും ജനസേവനം നടത്തി മുന്നോട്ട് പോകാൻ ഇരുമുന്നണികൾക്കും കീഴിലുള്ള പ്രവർത്തകർക്കും കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. പരിപാടിയിൽ പങ്കെടുത്ത രണ്ടുപേർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.